ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി കുറച്ച് പൊസസീവ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാനായിട്ട് കഴിയുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു 2-3 പോയിന്റ്സ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്കൊരു സെക്യൂർ ഫീൽ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സെക്യൂർ ആണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടായിരിക്കണം. അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പൊ നമുക്ക് അവരോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും അവർക്ക് ഈ പറയുന്ന പോലെ പൊസസീവ്നെസ് കുറയാനുള്ള സാധ്യതയുണ്ട്. പലർക്കും പൊസസീവ്നെസ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്താണ്. അതിപ്പോ നമ്മൾ മറ്റാരോടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അവർക്ക് ഈ പൊസസീവ്നെസ് തോന്നാമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരോട് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിലും എപ്പോ എങ്ങോട്ട് പോവുകയാണെങ്കിലും നിന്നോടുള്ള സ്നേഹം നിന്നോട് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് അവരോട് തുറന്നു കാണിക്കുക. തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ചിലർക്ക് പറയാൻ കഴിയാത്ത ആളുകളുണ്ട്, പറയാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. സോ നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണിച്ചാലും മതി. അപ്പൊ ഇത്തരത്തിൽ ഒരു സെക്യൂർ ഫീൽ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതായത് എനിക്ക് ഇങ്ങനെ ഇത്ര ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഇവരൊക്കെയാണ് അത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എന്ത് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങളെ ഈ ഫീമെയിൽ ഫ്രണ്ട്സ് വിളിക്കുകയാണെന്നുണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ കാണാൻ വരികയാണെങ്കിലോ അവരുമായിട്ടൊന്ന് പുറത്ത് പോവുകയാണെങ്കിലോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് വരില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം, അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആ ഒരു നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണ് അത് അത്ര വലിയ പ്രശ്നമായിട്ട് വരില്ല എന്നുള്ളതാണ്. ഒരു കംഫർട്ടബിൾ അല്ല എന്നൊരു തോന്നലൊന്നും അവരുടെ മനസ്സിൽ വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീമെയിൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഇവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ അവരുടെ കൂടെ നിങ്ങളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങളൊന്ന് പുറത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു സ്നേഹിക്കുന്ന ഒരു പേഴ്സണ് അതൊരു വലിയ പ്രശ്നമാവാതിരിക്കാനായിട്ട്, ഈ ഒരു പൊസസീവ്നെസ് വരാതിരിക്കാനായിട്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്പേസ് എന്താണ്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ഇത് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. അതായത് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ എന്താണ് പേഴ്സണൽ സ്പേസ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഒരു പേഴ്സണ് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ അവർക്ക് അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് കുറയാനും അത് സഹായിക്കുന്നുണ്ട്. സോ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് അതിൽ എൻ്റെ ഫാമിലി വരും, ഫ്രണ്ട്സ് വരും. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് ഇവരെല്ലാവരെയും ഡീൽ ചെയ്ത് പോകാനുണ്ട്. അതേപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആവരുത് പറയുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്തരത്തിൽ പേഴ്സണൽ സ്പേസിന്റെ ഓരോരോ ആളുകളുടെയും പേഴ്സണൽ സ്പേസിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴും ഈ ഒരു പൊസസീവ്നെസ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാർട്ട്ണർ മേ ബി ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പൊസസീവ്നെസ് കൂടിക്കഴിഞ്ഞാൽ അത് പരിധിയിൽ കൂടുതലാവുകയാണെങ്കിൽ അത് കുറച്ച് മോശമായിട്ടാണ് എഫക്ട് ചെയ്യുള്ളൂ. സോ അതിനുള്ള ഒരു സാഹചര്യം വരുത്താതിരിക്കുക. മാക്സിമം നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു പൊസസീവ്നെസ് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതി പൊസസീവ്നെസ് ചെറുതായിട്ടുള്ളത് വലിയ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നില്ല. അത് കുറച്ചൊക്കെ രസമുള്ള കാര്യമാണ്, കുറച്ചൊക്കെ അത് റിലേഷൻഷിപ്പിൽ വേണ്ട തന്നെയാണ്. ബട്ട് അത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3 രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറിയാൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പൊസസീവ്നെസ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.